പിന്നെ നിങ്ങൾ അറിഞ്ഞോ മുത്തൂസ് വീണ്ടും വല്യമായിട്ടോ ഇല്ല മുത്തൂസേ? അല്ല അങ്ങനെ തന്നെ വല്യമായില്ല വീണ്ടും. അപ്പൊ മുത്തൂസ് വീണ്ടും വല്യമായിക്കണു. അപ്പൊ കുട്ടിനെ കാണാൻ വേണ്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ഞങ്ങള് പോയി വന്നു. അപ്പൊ കുട്ടിക്ക് എന്തെങ്കിലും കൊണ്ടുപോയി കൊടുക്കണല്ലോ. അപ്പൊ അതിനും വേണ്ടി വല്യമ്മന്നെ ശരിക്കും വല്യമ്മൻ അല്ല ശരിക്കും വല്യമ്മന്നെ. അപ്പൊ രണ്ടാമത് വീണ്ടും മുത്തൂസ് വല്യമായിക്കാണ് അല്ലേ? അതെ. പക്ഷെ മോളെ കുട്ടിക്ക് അറിയുമ്പോ എളാപ്പാനെ മകനെ കെട്ടിക്കണം. അതുകൊണ്ട് പിന്നെയും ആ മൂത്തമ്മന്ന് പറഞ്ഞ ഒപ്പിക്കാമായിരുന്നു. പക്ഷെ ഇനി അത് അങ്ങനെ പറ്റില്ലല്ലോ. എന്തായാലും വല്യമ്മ തന്നെ വിളിക്കണം അല്ല മുത്തൂസ്. അങ്ങനെ മുത്തൂസ് കുട്ടിക്ക് ഡ്രസ്സൊക്കെ മേടിക്കണം, അല്ലാണ്ട് ഞാൻ പോരൂലെന്ന് പറഞ്ഞത്. എന്നാ കയറിക്കോ. എന്താ പറ്റി? ഇത് കുഴപ്പമില്ല, അത് രസമുണ്ട്. ഇതിന് തന്നെ വേറെ കളറുണ്ട് കേട്ടോ. ഏത് രസമുള്ള? എനിക്ക് പച്ച ഇഷ്ടമായത്. എന്താ ഒരെണ്ണതും ഒരെണ്ണതും പോരെ? സാധനം അടിപൊളിയാണ്. മുത്തൂസ് എടുത്തല്ല. പാവം പച്ചൊത്താൻ പൈസ അല്ലാണ്ട് കണ്ടില്ലേ? പേനോണ്ട് അത് കണ്ടറിയാലോ. അതാണ്ട് മായിഞ്ഞിക്കണൊക്കെ മൈലാഞ്ചിട്ടതല്ലേ? പിന്നെ അല്ലാതെ ഇസ്ലാമിന് നടക്കണ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടി. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഒക്കെ ഉടായിപ്പേരാണ്. രണ്ട് വല്യമാര് കുട്ടിനെ കാണാൻ വേണ്ടി പോണം. എന്താ ചെറിയ വല്യമ്മയും ചെറിയ വല്യമ്മയും രണ്ട് കുട്ടികളെ തള്ളലാണ്. നമുക്ക് കുട്ടിനെ എടുക്കാൻ പേടിയാത്ത. നമുക്ക് ഉണ്ടാവില്ലേ കുട്ടിനെ? ആരൊട്ടിയാണ്? റാനു ആരൊട്ടിയാണ്? അബീബ കുട്ടിയാണ്. അബീബ കുട്ടിയല്ല, ചേർക്കാക്കുവിന്റെ കുട്ടി. ഇപ്പത്തെ കുട്ടിനെ എടുത്തേക്കണോ? ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു അല്ലേ? വല്യമ്മയാണ് വെല്ലിപ്പന്നെ. വെല്ലിപ്പനെ പോലെ തന്നെ. എന്താ നോക്കണേ? എനിക്ക് വല്യമാരൊക്കെ എടുക്കണോ? എനിക്ക് വല്യമ്മന്ന് വിളിച്ചാൽ മെക്കുമാണിക്ക് വിളിച്ചോ? വല്യമ്മ വിളിച്ചോക്കെ, വല്യമ്മ വിളിച്ചോക്കെ. എന്താ വല്യമ്മ? വെല്ലിപ്പന്റെ കയ്യിലാണോ ഞാനൊന്ന് കുട്ടികളെ? വല്യമ്മ വിളിച്ചോട്ടോ. പറ്റുള്ളൂ വല്യമ്മ വിളിച്ചാല്.